കണ്ണൂർ വാണിയപ്പാറയിലെ ഉണ്ണീശോ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയ്ക്ക് വിരാമം. കല്ലറയിൽ മറ്റാരുടെയോ മൃതദേഹമുണ്ടെന്ന സംശയമാണ് നീങ്ങുന്നത്. ലഭിച്ച തെളിവുകൾ അനുസരിച്ച് അസ്വാഭാവികതയില്ലെന്നും പള്ളിരേഖകൾ പ്രകാരം സംസ്കരിച്ച മൃതദേഹങ്ങൾ തന്നെയാണ് കല്ലറയിൽ ഉള്ളതെന്നും പോലീസ് വ്യക്തമാക്കി. ദിവസങ്ങളായി തുടരുന്ന സംശയങ്ങൾ കെട്ടടങ്ങി. വാണിയപ്പാറ ഉണ്ണീശോ പള്ളിയിലെ കല്ലറയിൽ ഉള്ളത് 2 മൃതദേഹങ്ങൾ മാത്രമെന്ന് കല്ലറ തുറന്നുള്ള പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരണം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. പോലീസ്, ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനയുടെ ഭാഗമായി. കല്ലറയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചു. ദുരൂഹതകൾക്ക് വിരാമം. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ ദുരൂഹതയുടെ ആവശ്യമില്ല. ദുരൂഹതകളെല്ലാം നീങ്ങിയതിൽ ആശ്വാസമെന്ന പള്ളി വികാരി. ഞങ്ങൾക്ക് ഏതാണ് ഞങ്ങൾ കൺഫേമായി ഈ കല്ലറയിലെ 2 പേരെയാണ് നമ്മുടെ അടക്കിയിട്ടുണ്ടായിരുന്ന രജിസ്റ്റർ പ്രകാരം. ആ 2 പേരാണ് എന്നുള്ളത് ഞങ്ങൾ കൺഫേം ചെയ്തു. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കൺഫേം ചെയ്തു അത് തന്നെയാണെന്ന്. കണ്ടെത്തിയ പായ 2006 സംസ്കരിച്ച മറിയത്തിന്റെ മൃതദേഹത്തിനൊപ്പമുള്ളതാണ്. പുൽപ്പായാണ്. ഈ പായാണ് ഇതിന്റെ മുഖ്യ പ്രശ്നം പറയുന്നത്. ഈ പായ 4 ആക്കി മടക്കിയിട്ട് ഈ ബോഡിന്റെ മുകളിൽ ഇട്ടതാണ്. അല്ല, പായയിൽ പൊതിഞ്ഞിട്ടില്ല. ബോഡിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടതാണ് പായ ഉള്ളത്. ഇനി DNA പരിശോധനയടക്കം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. 2 ആഴ്ചക്കാലം നീണ്ട ദുരൂഹതകൾക്കും ആശങ്കകൾക്കും വിരാമം. സ്വസ്ഥം, സമാധാനം. വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിൽ 2 മൃതദേഹങ്ങൾ മാത്രമേ അടക്കം ചെയ്തിട്ടുള്ളൂ എന്ന കണ്ടെത്തൽ ഇടവകയ്ക്കൊപ്പം നാട്ടുകാർക്കും ആശ്വാസമായി. വാണിയപ്പാറയിൽ നിന്നും ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.